ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ മിസ്യൂസ് നമ്മുടെ സ്പീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസിനെ ബാധിക്കുന്നതായിട്ട് ഒരുപാട് പഠനങ്ങളിൽ പറയുന്നുണ്ട്. അതെങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്പീച്ച് ഫ്ലുവൻസി അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു ഫ്ലോ ഉണ്ട് നമുക്ക്. ആ ഒരു ഫ്ലോയിനെ ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വെർണിക്സ് അഫേസിയ എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് നമ്മൾ ഡ്രഗ് യൂസ് ഉള്ളവരിൽ കാണുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അത് മനസ്സിലാവാൻ പറ്റുന്നത് ഈ ഒരു വെർണിക്സ് ഏരിയ, നമ്മുടെ തലച്ചോറിൽ വെർണിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയുടെ നോർമൽ ഫങ്ഷനിങ് ഉള്ളപ്പോഴാണ്. ഡ്രഗിൻ്റെ അമിതമായിട്ടുള്ള യൂസ് കാരണം ഈ ഒരു പർട്ടിക്കുലർ ഏരിയനെ എഫക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അത് മനസ്സിലാവാൻ പറ്റാതെ വരിക എന്നുള്ള കണ്ടീഷനിലോട്ട് വരെ നയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ സ്ലേർഡ് സ്പീച്ച് അഥവാ സംസാരത്തിലൊരു കുഴച്ചിൽ അങ്ങനെയും കണ്ടുവരാറുണ്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരിൽ. അതായത് നമുക്ക് സ്പീച്ചിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മസിൽസൊക്കെ വീക്ക് ആകുക, അതുകൊണ്ട് കോർഡിനേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റാതെ വരിക, അങ്ങനെയും കണ്ടുവരാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ വേർഡ് റിട്രീവൽ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുക. ഒരു കോൺവെർസേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ ഓരോ വേർഡ്സും ഓർത്തെടുത്ത് സെൻറ്റൻസ് ഫോം ചെയ്തിട്ടാണ് നമ്മളൊരു കോൺവെർസേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയും എഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്.